നിലവിലെ ഇപ്പോഴത്തെ ഈ മഴയുടെ തോത് അത് പ്രവചനാതീതമായിരുന്നോ? കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതിലും കൂടുതൽ മഴ പെയ്തിറങ്ങിയതാണോ? അതോ മഴ നമ്മളെ ചതിച്ചതാണോ? കാലാവസ്ഥ വകുപ്പിന്റെ കണക്കുകൂട്ടൽക്ക് അതീതമായി ഇത്തവണത്തെ മഴ പെയ്തിറങ്ങിയിരിക്കുകയാണോ? നമ്മളുടെ മഴയുടെ സ്വഭാവം, മൺസൂണിന്റെ സ്വഭാവം പലപ്പോഴും കുറച്ച് രൂക്ഷമാവാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തീവ്രമായ മഴ ലഭിക്കുന്നത് ഈ സമീപ വർഷങ്ങളിൽ ഒരു നിരന്തരമായിട്ടുള്ള ഒരു മൺസൂണിന്റെ സ്ഥായിയായിട്ടുള്ള സ്വഭാവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തരം മഴ 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 ശക്തമായ ഇന്റൻസ് ആയിട്ടുള്ള മഴ പെയ്ത്തുകൾ മുൻകൂട്ടി പ്രവചിക്കുന്നതിന് ശാസ്ത്രീയമായി തന്നെ പരിമിതികളുണ്ട്. കൃത്യമായിട്ട് ഇത് നമുക്ക് മുൻകൂട്ടി നമ്മുടെ മോഡലുകളിൽ അത് ദൃശ്യമാവില്ല. പിന്നെ അത് നമുക്ക് നൗകാസ്റ്റിംഗ് പോലുള്ള സംവിധാനങ്ങളിലൂടെ ഇൻസിറ്റീവ് ആയിട്ട് സാറ്റലൈറ്റ് ഇമേജ് ഒക്കെ വെച്ചിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അതായത് ഇത്തരം വലിയ ശക്തമായ മഴ പെയ്ത്ത് ഒരു പരമാവധി ഒരു ദിവസം മുമ്പ് മാത്രമേ പ്രവചിക്കാനായിട്ട് നമുക്ക് സംവിധാനങ്ങളുള്ളൂ. കാരണം മൺസൂണിന്റെ മഴ സജീവമായ കാലഘട്ടവും നിർജീവമായ കാലഘട്ടവും ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു നേച്ചറാണ് മഴ പെയ്ത്തിനുള്ളത് മൺസൂൺ സമയത്ത്. അതിൽ തന്നെ സജീവ കാലഘട്ടത്തിന്റെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. ഇപ്പൊ ശക്തമായ മഴ പെയ്യുന്ന ദിവസങ്ങൾ 3-4 മാക്സിമം 5 ദിവസം അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്പാരിറ്റീവ്ലി പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു 6-7 ദിവസം മഴ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. അതിനുശേഷം വീണ്ടും മഴ പെയ്യുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് സജീവമായ കാലഘട്ടങ്ങളിൽ 2 പ്രാവശ്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഡിപ്രഷൻ രൂപപ്പെട്ടപ്പോൾ ജൂലൈ ആദ്യ ആഴ്ചയിലും ഇപ്പോ സമാനമായ രീതിയിൽ ഈ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായപ്പോൾ ഈ ഓഗസ്റ്റ് 1 തീയതി അല്ലെങ്കിൽ ജൂലൈ 31 ഈ 2 സമയത്താണ് നമുക്ക് ആക്റ്റീവ് സ്പെൽസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ആക്റ്റീവ് സ്പെൽസിനകത്ത് തന്നെ മേഘങ്ങൾ ഭയങ്കരമായിട്ട് തിക്കായിട്ടുള്ള ഇത് കനം കൂടിയ മേഘങ്ങൾ രൂപപ്പെടുകയും അത് ലോക്കലൈസ്ഡ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നതാണ്. വളരെ പ്രാദേശികമായിട്ടായിരിക്കാം, ചിലപ്പോൾ 1-2 ജില്ലകൾ കേന്ദ്രീകരിച്ചായിരിക്കാം. അങ്ങനെ രൂപപ്പെടുന്ന മുകളിലോട്ട് വളരുന്ന മേഘപാളികളിൽ നിന്ന് കനത്ത മഴ 2 മണിക്കൂറിനകത്ത് 5 സെന്റിമീറ്റർ മഴ അങ്ങനെയൊക്കെയുള്ള മഴ പെയ്യുമ്പോൾ, അതായത് 30 സെന്റിമീറ്റർ മഴ ഒരു ദിവസം 24 മണിക്കൂറിലാണ് പെയ്യുന്നത്. പക്ഷേ ഈ 24 മണിക്കൂറും തുടർച്ചയായിട്ടല്ല മഴ ലഭിക്കുന്നത്. മഴ കോൺസെൻട്രേറ്റ് ചെയ്ത് പെയ്തിട്ടുള്ള 5-6 മണിക്കൂർ ഉണ്ടായിരിക്കും. അപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് എവിടേക്ക് ഒഴുകി പോകാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ മാറി വരുന്ന ഒരു മഴപ്പെയ്ത്ത് രീതിയുടെ മൺസൂണിന്റെ സമയത്ത് നമ്മളിപ്പോ സമീപ വർഷങ്ങളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതയായിട്ട് വേണം മനസ്സിലാക്കാൻ. അതിൽ പ്രവചിക്കുന്നതിന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിനായാലും ഇതര കാലാവസ്ഥ ഏജൻസികൾക്കായാലും കുറച്ച് ശാസ്ത്രീയമായ പരിമിതികളുണ്ട്. കാരണം ഇത്തരം സിസ്റ്റംസ് നമ്മളുടെ മോഡലുകളിൽ നിന്നും ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചെടുക്കാനായിട്ട് പ്രവചിച്ചെടുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ റാന്നിയിൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മഴ കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്തിറങ്ങിയത് പത്തനംതിട്ട മേഖലയിലാണ്. അതിൽ റാന്നിയിൽ 24 മണിക്കൂറിൽ 339 മില്ലിമീറ്ററാണ് പെയ്തിറങ്ങിയത്. അതായത് 2018 പ്രളയത്തിന് സമാനമായൊരു സാഹചര്യം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ജലനിരപ്പ് താഴ്ന്നെങ്കിൽ പോലും പലയിടത്തും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന, അതുപോലെ വീടുകളൊക്കെ തന്നെ മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ നമുക്ക് ഇതിനൊരു പരിഹാരം, അതല്ലെങ്കിൽ ഇതിൽ നിന്നും മുൻകൂട്ടി രക്ഷപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമാണോ? 8 വർഷം പിന്നിട്ടിരിക്കുന്നു, എന്നിട്ടും നമ്മൾ ആ ദുരിത കയത്തിൽ തന്നെ കിടക്കുകയാണ്. നമ്മളുടെ കാലവർഷത്തിന് വന്നിട്ടുള്ള മാറ്റത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഈ പശ്ചിമഘട്ട മലനിരകള് അതിപുരാതനമായിട്ടുള്ള 150 മില്യൺ വർഷങ്ങൾക്ക് മുമ്പൊക്കെ രൂപപ്പെട്ടിട്ടുള്ള മലനിരകളാണ്. അതുകൊണ്ട് തന്നെ അത് ഇറോഡിങ് ഫേസിലാണ്, അതായത് ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ ദുർബലാവസ്ഥയിൽ അതായത് അവിടുത്തെ പരിസ്ഥിതി അതീവമായി ലോല പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ വനം നശീകരണം ഒക്കെ നടത്തുമ്പോൾ, വനനശീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനം മാറി അവിടെ പ്ലാന്റേഷൻസ് വരുന്നതും ഒരു തരത്തിലുള്ള വനനശീകരണമാണ്. അപ്പൊ അത്തരമുള്ള സംഭവങ്ങളൊക്കെ വരുന്നതൊക്കെ ഇതിന്റെ ഒരു ആഘാതം കൂട്ടുന്നതിന് കാരണമായിട്ടുള്ള സംഭവങ്ങളാണ്. അതിന്റെ കൂടെ തന്നെ മഴപ്പെയ്ത്തിൽ വരുന്ന ഈ മാറ്റവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ട്, ഇപ്പൊ നിലവിലുള്ള റാന്നി ടൗൺ ഒന്നും ഇപ്പോഴും അടുത്ത കാലത്തൊന്നും രൂപപ്പെട്ടതല്ലല്ലോ, അത് മുമ്പേ ഉള്ളതാണ്. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ 2018 മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ മഴ പെയ്ത് 2018 ഉണ്ടായത് ജൂൺ മുതലേ അല്ലെങ്കിൽ മെയ് മാസം മുതലേ കൂടുതൽ അധികമായിട്ട് കിട്ടിയ മഴ
നമ്മൾ ഡാമുകളിലെല്ലാം ശേഖരിക്കപ്പെട്ട അവസാനം അതായിരുന്നു ആ മഴപ്പെയ്ത്തിന്റെ കൂടെ ഈ ഡാം റിലീസ് ചെയ്യുന്നത് കൂടിയായിരുന്നു 2018 വലിയ പ്രശ്നങ്ങൾക്ക് കാരണം. പക്ഷെ 2019 ഇതുപോലെ തന്നെ സമാനമായ രീതിയിൽ ഓഗസ്റ്റ് വരെ മഴ കമ്മിയായിരിക്കുകയും ഏകദേശം 30-35% മഴ കുറവായിരുന്ന സമയത്താണ് ഓഗസ്റ്റ് 6-ാം തീയതി 7-ാം തീയതിക്ക് ശേഷം 8-ാം തീയതി ഇതുപോലെ ഈ ഓഗസ്റ്റ് 1-ാം തീയതി പെയ്ത പോലെ ഓഗസ്റ്റ് 8-ാം തീയതി 2019 വളരെ ശക്തമായ മഴ പെയ്യുകയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ മിന്നൽ പ്രളയം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അത് അത്തരം മഴയുടെ സ്വഭാവം അതുപോലെ ആ പ്രകൃതം അതുപോലെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇനിയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ശാശ്വത പരിഹാരം എന്നൊന്നില്ല. ഇതിനെ നമ്മൾ മഴയെ നമുക്ക് തടഞ്ഞു നിർത്താൻ നിർത്തിയില്ല. അപ്പൊ നമ്മളുടെ അപകടകരമായിട്ടുള്ള സ്ഥലങ്ങളിൽ മുന്നൊരുക്കങ്ങൾ മഴയെ പ്രിവെന്റ് ചെയ്യാൻ, അതായത് ഇതിന്റെ ഫസ്റ്റ് ഓർഡർ സ്ട്രീംസ് എല്ലാം നഷ്ടപ്പെട്ടു. നമ്മളുടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഒലിച്ചു പോകാനുള്ള പഴയ തോടുകളെല്ലാം ഓരോ ഗ്രാമപ്രദേശത്തെയും ജനങ്ങൾക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ അറിയാം. അവരുടെ കുട്ടിക്കാലത്ത് ഏതെല്ലാം പ്രദേശത്തൂടെയായിരുന്നു മഴവെള്ളം ഒഴുകിക്കൊണ്ടിരുന്നത്. ഇത്ര ശക്തമായ മഴയല്ല പെയ്യുന്നതെങ്കിൽ പോലും ആ നീർച്ചാലുകളെല്ലാം ഒന്നുകിൽ മൂടപ്പെട്ടു, അല്ലെങ്കിൽ അവിടെയൊക്കെ എന്തെങ്കിലും നിർമ്മിതികൾ വന്നു. ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഉള്ള ഏറ്റവും വലിയ റിസ്ക് നമ്മളുടെ ഈ വെള്ളം ഒഴുകി പോകുന്ന പാതകൾ മുഴുവൻ ഒന്നുകിൽ അടഞ്ഞുപോയി അല്ലെങ്കിൽ നമ്മൾ നികത്തിയെടുത്തു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ അതെല്ലാം നമ്മൾ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് പോലത്തെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാർഗങ്ങളാണ് അവലംബിക്കാൻ പറ്റുക. അത് എത്രമാത്രം പ്രായോഗികമാവും എന്നുള്ളതിനെ കുറിച്ച് പറയാൻ ഞാൻ വിദഗ്ധനല്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇനിയുള്ള വർഷങ്ങളിലും ഇത്തരത്തിലുള്ള മഴപ്പെയ്ത്ത് രീതി നമ്മൾ പ്രതീക്ഷിച്ചേ മതിയാവും. ഇനിയും ഇതുപോലെ ലഘുമേഘ വിസ്ഫോടനം പോലെയുള്ള പൊടുന്നനെ പെട്ടെന്ന് പെയ്യുന്ന മഴ ചിലപ്പോൾ ഈ സീസണിൽ തന്നെ നമുക്ക് ദൃശ്യമായെന്ന് വരാം. അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളിൽ എന്തായാലും ഇത്തരം ശക്തമായ മഴപ്പെയ്ത്ത് ദുർഘടമായ മലഞ്ചെരിവുകളിലും ഒക്കെ പെയ്യാനുള്ള സാധ്യത നമ്മൾ റൂൾ ഔട്ട് ചെയ്യാൻ പാടില്ല. പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. സാർ, അതുപോലെ മറ്റൊരു സംശയമുള്ളത്, അതായത് 2018 അന്ന് വലിയൊരു ദുരന്തം സംഭവിക്കാൻ, പ്രളയമായി മാറാനുള്ള ഒരു സാധ്യതയായി പറഞ്ഞ ഡാമുകളായിരുന്നു വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് വെള്ളം ഒഴുക്കി വിട്ടത് പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാക്കി എന്നുള്ള കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. എന്നാൽ ഈ 2026 ഡാമുകളിലൊക്കെ തന്നെ ജലനിരപ്പ് കുറവാണെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വൈദ്യുതി നിയന്ത്രണം അടക്കം വന്നപ്പോൾ ഏറെ ചർച്ച ചെയ്തത് ആ ഒരു വിഷയമാണ്. അപ്പോൾ ഈ വർഷം ശരിക്കും കേരളത്തിനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് ഡാമുകൾ തന്നെയാണോ? തീർച്ചയായിട്ടും നമ്മളുടെ ഡാമുകളെ എപ്പോഴും നമുക്ക് രണ്ട് രീതിയിൽ ഫ്ലഡ് മാനേജ്മെന്റിന് ഉപയോഗപ്പെടുത്താം. അതായത് മഴവെള്ളം മലമുകളിൽ കൂടുതൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളം ഈ നദികളിലൂടെ പെട്ടെന്ന് ഒഴുകി പോകുന്നത് തടസ്സപ്പെടുത്തി നമ്മൾ അതിനെ അവിടെ ഡാമിൽ ശേഖരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം കുറേശ്ശെ കൺട്രോൾഡ് റിലീസ് ആയിട്ട് പിന്നീട് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് നമ്മുടെ പല പെരിയാർ ഉൾപ്പെടെയുള്ള പല നദികളിലും വർഷം മുഴുവൻ വെള്ളം ലഭ്യമാവുന്നത്. അല്ലെങ്കിൽ മഴക്കാലത്ത് മാത്രം വലിയ കുത്തൊഴുക്കും എന്നും പ്രളയവും ഒക്കെ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇടുക്കി ഡാം വന്ന ശേഷമുള്ള പെരിയാറിന്റെ ഒഴുക്ക് നിയന്ത്രിക്കപ്പെട്ടു. അപ്പൊ അത് അത്തരമുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള സംഭവങ്ങളും ഡാമുകൾക്കുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം ഡാമുകളിൽ ഇഷ്ടപ്രകാരം സ്ഥലം ബാക്കിയുള്ളതുകൊണ്ട് ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ അതിന്റെയും കിഴക്ക് ഭാഗങ്ങളിൽ, അതായത് ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതിന്റെയും കിഴക്ക് ഭാഗങ്ങളിൽ പെയ്യുന്ന മഴയൊക്കെ നമുക്ക് ശേഖരിക്കാനും അത് നദികളിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു വെള്ളമായിട്ട് ചേരാതെ സംരക്ഷിച്ച് നിർത്താനും സാധിച്ചു. അതുകൊണ്ട് പുഴകളിലൂടെ ഒഴുകുന്നത് പ്യുവറായിട്ടുള്ള മഴ ഈ വൃഷ്ടിപ്രദേശത്തിന് ശേഷം ഡാമിന്റെ ഇതിന് ശേഷമുള്ള പ്രദേശത്ത് പെയ്യുന്ന മഴയുടെ മാത്രം അളവാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ഒരു പരിധി വരെ ഇപ്രാവശ്യത്തെ ഈ ഒരു നദീജലത്തിലുള്ള ഒരു ഇത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മളുടെ ഡാമുകൾ നിറയുന്ന സാഹചര്യമായിരുന്നു 2018 ഉണ്ടായത്. ജൂലൈ 31-ാം തീയതി ആയപ്പോഴേക്കും 2018 കേരളത്തിലെ മിക്കവാറും എല്ലാ ഡാമുകളും, എനിക്ക് തോന്നുന്നു നെയ്യാർ ഡാം ഒഴികെ ഒരുവിധം എല്ലാ ഡാമുകളും അതിന്റെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് എത്തി. അപ്പൊ ആ സമയത്ത് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ മാത്രമായിരുന്നു നമുക്കൊരു വിൻഡോ കിട്ടിയത്. ആ വിൻഡോയിൽ ഈ വെള്ളം റിലീസ് ചെയ്യേണ്ട തീരുമാനം എടുക്കാൻ വിട്ടുപോയി എന്നുള്ളതാണ്. ഓഗസ്റ്റ് 7-ാം തീയതി ശേഷം പിന്നെ പിടിച്ച മഴ ഓഗസ്റ്റ് 15-16 ഒക്കെ ആകുമ്പോഴേക്കും അങ്ങ് കൂടി വന്നു. അപ്പൊ ആ സമയത്ത് ഇനി ഒരിക്കലും വെള്ളം ഒരു തുള്ളി പോലും ഡാമിൽ ശേഖരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഡാമും തുറന്നു കൊടുത്തത്. അപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് ഈ പെയ്യുന്ന മഴയും പിന്നെ ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളവും രണ്ടും കൂടിയിട്ടാണ് അന്ന് 2018 വലിയ പ്രളയം ഉണ്ടായത്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ അതേ ഡാമുകൾ നമ്മൾ രക്ഷകരായിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞ സത്യമാണ്. ഡാമുകളിൽ ഇനിയും വെള്ളമുള്ളതുകൊണ്ട് വൃഷ്ടിപ്രദേശത്ത് പെയ്യുന്ന മഴ ഡാമുകളിൽ സംരക്ഷിക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്.
ശരി സാർ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ മഴയൊന്ന് തോർന്നു നിൽക്കുന്നു, അതല്ലെങ്കിൽ തീവ്രത കുറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ വരും ദിവസങ്ങളിൽ ഈ തോത് വർദ്ധിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നില്ലേ? നമുക്ക് ഈ വർഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് എൽനിനോ ഇയർ ആണ് ആയതുകൊണ്ട് നമുക്ക് സാധാരണ ഓഗസ്റ്റിൽ ലഭിക്കേണ്ടതും സെപ്റ്റംബറിൽ ലഭിക്കേണ്ടതുമായിട്ടുള്ള മഴ നമുക്ക് ലഭിച്ചുകൊള്ളണം എന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന പണ്ട് കാലത്തൊക്കെ അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് വരെ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു മൺസൂൺ മഴ ഏറ്റവും കൂടുതൽ കിട്ടുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പൊ ഒരു 10 വർഷത്തിന് ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ. ഈ ജൂലൈ ഓഗസ്റ്റ് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. അപ്പൊ ഈ ഓഗസ്റ്റ് മാസത്തിലെ മഴയും കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഒരു സുദീർഘമായിട്ടുള്ള മഴക്കാലമല്ല പ്രതീക്ഷിക്കേണ്ടത്. നമ്മളുടെ പ്രതീക്ഷയിൽ വേണ്ടത് ഒരു സുദീർഘമായ മഴരഹിത ദിനങ്ങളുടെ ഒരു പരമ്പര ഇനി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴരഹിതമായിട്ടുള്ള ദിവസങ്ങൾ വരുമ്പോൾ നമ്മളുടെ ജലനിരപ്പൊക്കെ താഴും, വെള്ളത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് കൂടുതൽ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു സംഭവം, മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പക്ഷെ ഓൾ ഇന്ത്യ റെയിൻഫോൾ 11% ആണ് കുറവുള്ളൂ. കേരളത്തിലെ റെയിൻഫോൾ 30% കുറവാണ്. പക്ഷേ ഈ ശതമാനക്കണക്കിന്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം പരിഗണിക്കണം. മൊത്തം ഇന്ത്യയിൽ ലഭിക്കുന്ന ശരാശരി മഴ എന്ന് പറയുന്നത് 85 സെന്റിമീറ്റർ മാത്രമാണ്. പക്ഷെ കേരളത്തിൽ ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് ഈ സീസണിൽ 250 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ തന്നെ കേരളത്തിൽ 98 സെന്റിമീറ്റർ മുതൽ 1000 സെന്റിമീറ്റർ വരെ മഴ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. 100 സെന്റിമീറ്റർ വരെ മഴ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഓൾ ഇന്ത്യയിൽ ഇത്രയും പ്രളയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള കണക്കെല്ലാം ഉൾച്ചേർത്തിട്ട് പോലും 45 സെന്റിമീറ്റർ മഴയെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിൽ നമുക്ക് എന്തായാലും ഇന്ത്യയിൽ ശരാശരി ലഭിക്കുന്നതിനേക്കാളൊക്കെ ഇരട്ടിയോ അതിനേക്കാൾ കൂടുതലോ മഴ ലഭിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന വെള്ളം നമ്മൾ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനം, ഈ കുത്തൊഴുക്കുന്ന മഴവെള്ളം നമുക്ക് സംരക്ഷിക്കാൻ ഒന്നും പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള ജലസംരക്ഷണത്തിനെ കുറിച്ചുള്ള അവയർനെസ് ആണ് വേണ്ടത്. മഴ ഉള്ളപ്പോൾ നമ്മൾ മഴയെ കുറ്റം പറയും, പക്ഷെ മഴ മാറി നിൽക്കുന്ന സാഹചര്യം വരും. ഇനിയിപ്പോ നാളെ മുതൽ മഴ ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും. മഴ ഇല്ല, പൂർണ്ണമായിട്ട് ഇല്ലെന്നല്ല പറയുന്നത്, വ്യാപകമായിട്ടുള്ള ശക്തമായ മഴ ഇല്ലാത്ത ദിവസങ്ങളാവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ വരുമ്പോൾ മഴ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ പെയ്യുന്ന ചെറിയ മഴയൊന്നും നമ്മൾ സംരക്ഷിക്കുന്നതിന് നമുക്ക് ആർക്കും നമ്മളുടെ വീട്ടിൽ വെള്ളം നിൽക്കുന്ന ഇഷ്ടമല്ല. നമ്മൾ എത്രയും പെട്ടെന്ന് അത് തോടിലേക്കോ ഒക്കെ ഒഴുക്കി കളയണം. എല്ലാവരും വെള്ളം താഴ്ന്നു പോകാൻ പറ്റാത്ത രീതിയിൽ കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ തണ്ണീർത്തടങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ നികത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എത്ര മഴ പെയ്താലും നമുക്ക് ജലസംരക്ഷണത്തെ കുറിച്ചുള്ള ബോധം കുറച്ച് കുറവാണ് എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ എൽനിനോ കാരണം മഴ 10% 15% കുറഞ്ഞാലും കേരളത്തിൽ കിട്ടിയ മഴ വെച്ചിട്ട് തന്നെ ഇഷ്ടപ്രകാരം മഴയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മളത് പാഴാക്കി കളയുന്നു എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ വസ്തുത. അത് നമുക്ക് ഇനിയുള്ള കാലങ്ങളിൽ ജലസംരക്ഷണത്തിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ്, അതിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന് ഈ മഴക്കാലം നമുക്ക് സഹായകമാവുമെന്ന് വിചാരിക്കാം. ശരി സാർ, വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.